കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ മാവോയിസ്റ്റ് മുക്ത ഇന്ത്യക്ക് വേണ്ടി പടവെട്ടുമ്പോൾ അമേരിക്കയിൽ പ്രവർത്തിക്കുന്ന മലയാളികൾ പ്രവർത്തിക്കുന്ന ക്രിസ്തീയ മതപരിവർത്തന സംഘടന ഛത്തീസ്ഗഡിലെ നക്സലേറ്റുകൾക്ക് വേണ്ടി കോടികൾ ഒഴുക്കിയിരിക്കുകയാണ്. തിമോത്തി ഇനിഷ്യേറ്റീവ് എന്ന ഇന്ത്യയിലെ ഓരോ കുൾഗ്രാമങ്ങളിലും പള്ളി പണിയുമെന്ന് പ്രതിജ്ഞയെടുത്ത സംഘടനയാണ് ഈ ഗൂഢപ്രവർത്തനം നടത്തിയത്. ഇത് രാജ്യദ്രോഹമല്ലേ? നക്സലിസം ദാരിദ്ര്യത്തിൽ നിന്നോ പിന്നോക്കാവസ്ഥയിൽ നിന്നോ അല്ല ഉയർന്നു വരുന്നത്. പകരം ജനാധിപത്യ സ്ഥാപനങ്ങളെ ദുർബലമാക്കാൻ വേണ്ടിയുള്ള ആസൂത്രിത ശ്രമമാണെന്ന് അമിത്ഷായുടെ വിലയിരുത്തലുണ്ട്. 1970 മുതൽ 2000 വരെയുള്ള കാലഘട്ടത്തിലാണ് നക്സൽ പ്രസ്ഥാനങ്ങൾ പടർന്ന് പന്തലിച്ച് വിവിധ സംസ്ഥാനങ്ങളിലേക്ക് വ്യാപിച്ചത്. ഇതിന് പിന്നിൽ കോൺഗ്രസിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു സഹായമുണ്ട് എന്നാണ് അമിത്ഷാ പറയുന്നത്. ഒടുവിൽ 12 സംസ്ഥാനങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്ന ഇന്ത്യയുടെ ചുവപ്പ് ഇടനാഴിയായി നക്സൽ പ്രസ്ഥാനങ്ങൾ മാറുകയാണ്. കൂടാതെ അവരുടെ ഓരോ പ്രസ്താവനകളും ഏറ്റെടുക്കാൻ ഓരോ ആളുകളുമുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനം. ഛത്തീസ്ഗഡിലെയും ഒഡീസയിലെയും ഉൾപ്പെടെ ഗോത്രവർഗങ്ങൾ താമസിക്കുന്ന പ്രദേശങ്ങളിലേക്ക് എന്തുകൊണ്ടാണ് അവർക്ക് വീട്, റോഡ്, വൈദ്യുതി, കുടിവെള്ളം, സ്കൂളുകൾ, ബാങ്ക് സേവനം എന്നിവ കോൺഗ്രസ് നൽകാത്തത്? ഇവർക്കൊക്കെ കോൺഗ്രസിന് നൽകി ഇവരൊരു മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാമായിരുന്നില്ല. അതായത് ഇപ്പോൾ അമിത്ഷാ ചെയ്തതുപോലെ നക്സലിസം പൂർണ്ണമായി തന്നെ ഭാരതത്തിൽ നക്സൽ മുക്തമാക്കാനുള്ള ഓരോ പദ്ധതിയും കോൺഗ്രസിന് ചെയ്യാമായിരുന്നല്ലോ. ഇതിന് കാരണം നക്സലിസം അല്ല. ഈ അവസ്ഥ നക്സലിസത്തിന്റെ പ്രത്യാഘാതമാണെന്നാണ് അമിത്ഷാ വിലയിരുത്തുന്നത്. ഈ നക്സൽ പ്രസ്ഥാനങ്ങളുടെ തണലിൽ ഇവിടെ മതപരിവർത്തന പ്രസ്ഥാനങ്ങൾ തഴച്ചു വളരുന്നു. അവർ ഗോത്രവർഗക്കാരെ ക്രിസ്ത്യൻ മതത്തിലേക്ക് പരിവർത്തനം ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ മേഖലകൾ കോൺഗ്രസിന്റെ ഉറച്ച വോട്ട് ബാങ്കുകളായി മാറി. ഗോത്രവർഗ മേഖലയിലെ പിന്നോക്കാവസ്ഥ അവസാനിപ്പിക്കാൻ നക്സലിസത്തെ തുടച്ചു നീക്കിയേ മതിയാവൂ എന്നതാണ് ഏറ്റവും പ്രധാനം. അങ്ങനെയാണ് അമിത്ഷാ നക്സൽ മുക്ത ഭാരതത്തിന് വേണ്ടി യുദ്ധം പ്രഖ്യാപിച്ച് പടവെട്ടാൻ ഇറങ്ങിയത്. 1970 രാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് സമയത്ത് ഇന്ദിരാഗാന്ധി നക്സലൈറ്റ് പ്രസ്ഥാനങ്ങളുടെ പിന്തുണ തേടിയിരുന്നു. ഇത് ഇന്ത്യയിൽ നക്സൽ പ്രസ്ഥാനങ്ങൾക്ക് അംഗീകാരം നേടിക്കൊടുത്തു. ഇതാണ് നക്സലുകളുടെ ഇന്ത്യയിലെ വളർച്ചയുടെ ഒരു പ്രധാന തുടക്കം. ഈ നക്സലുകൾ സായുധ സമരത്തിലൂടെ ഇന്ത്യയുടെ ജനാധിപത്യ പ്രസ്ഥാനങ്ങളെ ദുർബലപ്പെടുത്തുകയായിരുന്നു. അമിത്ഷായുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ മാവോയിസ്റ്റ് മുക്ത ഇന്ത്യക്ക് വേണ്ടി CRPF-കാർ ഛത്തീസ്ഗഡിലെ സുക്മ, ബിജാപൂർ ജില്ലകളിൽ കടന്നു കയറുമ്പോൾ തിമോത്തി ഇനിഷ്യേറ്റീവ് എന്ന ക്രിസ്തീയ സംഘടന ഛത്തീസ്ഗഡിൽ ATM-കൾ വഴി പിൻവലിച്ചത് 95 കോടി രൂപയാണ്. ഇതിൽ നല്ലൊരു പങ്ക് ഈ മാവോയിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടിയാണ് ഇവർ ചെലവഴിച്ചതെന്നാണ് പറയപ്പെടുന്നത്. ഇന്ത്യയിൽ വിദേശ ഫണ്ട് സ്വീകരിക്കാൻ ആവശ്യമായ FCRA രജിസ്ട്രേഷൻ പോലും ഇല്ലാത്ത ഈ സംഘടന അമേരിക്കയിലെ ട്രൂയിസ്റ്റ് എന്ന ബാങ്കിന്റെ പേരിലുള്ള വിസ കാർഡ്, അംഗീകാരമുള്ള ഡെബിറ്റ് കാർഡുകളാണ് പണം പിൻവലിക്കാൻ ഇന്ത്യയിലെ ATM-കളിൽ ഉപയോഗിച്ചത്. 6 സംസ്ഥാനങ്ങളിലെ വിവിധ ATM-കൾ വഴി ഈ സംഘടന പിൻവലിച്ചത് 92.55 കോടി രൂപയാണ്. ഏകദേശം 24 ഡെബിറ്റ് കാർഡുകളാണ് ഈ സംഘടന ഇതിനുവേണ്ടി ഉപയോഗിച്ചത്. ദി തിമോത്തി ഇനിഷ്യേറ്റീവ് എന്ന ക്രിസ്തീയ മതപരിവർത്തന സംഘടനയുടെ മേധാവിയായ അജിത് വർഗീസ് മത്തായി ഇതിനുവേണ്ടി ഒരു അതിബുദ്ധി കൂടി കാണിച്ചു. ഇന്ത്യയിലെ അന്വേഷണ ഏജൻസികളുടെ കണ്ണ് വെട്ടിക്കാൻ സന്തോഷ് കുമാർ എന്ന പേരിൽ ഒരു ഹിന്ദു നാമധാരമായി, അതായത് സന്തോഷ് കുമാർ എന്ന പേരിൽ 24 ഡെബിറ്റ് കാർഡുകളെങ്കിലും ട്രൂയിസ്റ്റ് ബാങ്കിന്റെ പേരിൽ സംഘടിപ്പിച്ചെടുത്തു എന്നതാണ് ഏറ്റവും പ്രധാന കാര്യം. അതിൽ KYC ഉൾപ്പെടെയുള്ള ഒരു തട്ടിപ്പുകൾ നടത്താനാണ് ഒരു പ്രധാനമായി ഈ ക്രിസ്തീയ സംഘടന കാണിച്ചത്. പക്ഷെ അതെല്ലാം ED പൊക്കുകയും ചെയ്തു എന്നതാണ് ഏറ്റവും പ്രധാനം.